Hi all, welcome to TOES Academy. അപ്പോൾ നമ്മൾ കാറ്റഗറി 3 ഫിസിക്കൽ സയൻസിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത്. എല്ലാവരും എക്സാമിനുള്ള പ്രിപ്പറേഷനിലായിരിക്കും അല്ലേ? അപ്പോൾ ഒരു ചെറിയ ടൈമിൽ നിങ്ങൾക്ക് ഈ ഒരു കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാനാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. നമ്മൾ PYQസിനെ ബേസ് ചെയ്തിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മിക്കവാറും ഒക്കെ റിപ്പീറ്റ് ചെയ്ത് വരുന്ന കൺസെപ്റ്റുകൾ ആ PYQസിൻ്റെ കൂടെ റിലേറ്റഡ് കൺസെപ്റ്റുകളും കൂടി ഡിസ്കസ് ചെയ്തിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം തന്നെ കെമിസ്ട്രിയിലെ ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ? വിച്ച് ഓഫ് ദ ഫോളോയിങ് മെത്തേഡ് ഇസ് യൂസ്ഡ് ടു പ്യൂരിഫൈ എ ലിക്വിഡ് ദാറ്റ് ഡീകമ്പോസസ് അറ്റ് ഇറ്റ്സ് ബോയിലിംഗ് പോയിന്റ്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യനും അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഫാക്റ്റുകളും നമ്മളിപ്പം ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മറ്റുള്ള മെത്തേഡുകളും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കും. അതിനുശേഷം നിങ്ങൾ തന്നെ ഈ ഒരു ക്വസ്റ്റ്യനുള്ള ആൻസർ കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ വിച്ച് ഓഫ് ദ ഫോളോയിങ് മെത്തേഡ് ഇസ് യൂസ്ഡ് ടു ക്വസ്റ്റ്യൻ എപ്പോഴും മനസ്സിൽ വെക്കണം. നമ്മളിപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത തിയറി ഡിസ്കസ് ചെയ്യാൻ പോവാണ് കേട്ടോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് മെത്തേഡ് ഇസ് യൂസ്ഡ് ടു പ്യൂരിഫൈ എ ലിക്വിഡ് ദാറ്റ് ഡീകമ്പോസസ് അറ്റ് ഇറ്റ്സ് ബോയിലിംഗ് പോയിന്റ്? ക്രിസ്റ്റലൈസേഷൻ, differential extraction, fractional distillation and distillation under reduced pressure. Okay. ഓക്കെ, അപ്പോൾ പ്യൂരിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിൽ വരുന്ന ഒരു ഏരിയയിൽ വരുന്ന കൺസെപ്റ്റിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. മെത്തേഡ് ഓഫ് പ്യൂരിഫിക്കേഷനിൽ സബ്ലിമേഷൻ വരുന്നുണ്ട്, ക്രിസ്റ്റലൈസേഷൻ, ഡിസ്റ്റിലേഷൻ, ഡിഫറൻഷ്യൽ എക്സ്ട്രാക്ഷൻ, ക്രോമാറ്റോഗ്രഫി ഒക്കെയാണ്. ഇതൊക്കെയാണ് ഓപ്ഷനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും. അപ്പോൾ ആദ്യം സബ്ലിമേഷൻ. എന്താണ് സബ്ലിമേഷൻ എന്ന് പറയുന്നത്? അതായത് ചില വസ്തുക്കൾ അതിൻ്റെ സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് ഡയറക്റ്റ്ലി എന്തിലേക്ക് പോകും? വേപ്പർ സ്റ്റേറ്റിലേക്ക് പോകും അല്ലേ? അപ്പോൾ സം സോളിഡ്സ് ക്യാൻ ഡയറക്റ്റ്ലി പാസ് ടു വേപ്പർ സ്റ്റേറ്റ് വിത്തൗട്ട് ഗോയിങ് ടു ദ ലിക്വിഡ് ഫേസ്. ഓക്കെ, അപ്പോൾ ഈ പ്യൂരിഫിക്കേഷൻ ടെക്നിക്കിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സബ്ലിമേഷൻ എന്ന് പറയുന്നത്. ഇത് എപ്പോഴാണ് യൂസ് ചെയ്യുക? ഈ രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത്. എപ്പോഴാണ്? ഈ പറയുന്ന നമുക്ക് തന്നിരിക്കുന്ന മിക്സ്ചറിൽ ഒരു സബ്സ്റ്റൻസ് സബ്ലൈമബിൾ ആണെങ്കിൽ, ഓക്കെ, അതായത് ബാക്കിയുള്ളവ നോൺ സബ്ലൈം. ഒരു മിക്സ്ചർ നമ്മൾ സെപ്പറേറ്റ് ചെയ്യാണ് അല്ലേ? അതാണ് പ്യൂരിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ റിമൂവൽ ഓഫ് അൺവാണ്ടഡ് ഇമ്പ്യൂരിറ്റീസ് പ്രസന്റ് ഇൻ ആൻ ഓർഗാനിക് കോമ്പൗണ്ട്, അതാണ് പ്യൂരിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഒരു വസ്തു സബ്ലൈമബിൾ ആണെങ്കിൽ, ഇപ്പോൾ ക്യാംഫർ, നാഫ്തലിൻ പോലുള്ള സബ്സ്റ്റൻസുകളൊക്കെ നമുക്ക് തന്നതിലുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സബ്ലിമേഷൻ എന്ന് പറയുന്ന മെത്തേഡ്. ക്ലിയർ ആണല്ലോ? ഇനി അടുത്ത ക്രിസ്റ്റലൈസേഷൻ. എന്താണ്? Principle here is that the compound and the impurities have different solubilities in a solvent. ആ ഒരു കൺസെപ്റ്റ് ആണ്. ഓരോ ഇതിനും ഓരോ പ്രിൻസിപ്പിൾ ഉണ്ട്, അത് മനസ്സിലായിരിക്കണം. ഓരോ കോമ്പൗണ്ടിൽ വ്യത്യസ്ത ഘടകങ്ങൾ ഉണ്ടായിരിക്കും അല്ലേ? അതിന് എന്താണ് ഡിഫറെൻറ്റ് സോലുബിലിറ്റീസ് ആയിരിക്കും ഇൻ എ സോൾവെന്റ്. ആ ഒരു കൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് solvent is chosen where the compound to be purified is sparingly soluble. That is, it is sparingly soluble at a lower temperature and soluble at a higher temperature. Solution is heated to get a saturated solution, and on cooling, crystals of compounds are removed by filtration. അപ്പോൾ നമ്മൾ സൊല്യൂഷനിലേക്ക് ഇങ്ങനെ എന്താണ് മിക്സ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സൊല്യൂഷൻ ഹീറ്റ് നമ്മൾ അവസാനം അതൊരു സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ആയിട്ട് കിട്ടും അല്ലേ? ഇനി ഓൺ കൂൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്കിത് ക്രിസ്റ്റൽ ആയിട്ട് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ക്രിസ്റ്റൽസ് ഓഫ് ബെൻസോയിക് ആസിഡ് ക്യാൻ ബി ക്രിസ്റ്റലൈസ്ഡ് വിത്ത് വാട്ടർ. ബെൻസോയിക് ആസിഡ് is sparingly soluble in cold water and soluble in hot water. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ ജസ്റ്റ് ആ എക്സാമ്പിളുകളും അതിൻ്റെ ഒരു പ്രിൻസിപ്പിളും ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഇനി അടുത്തത് പ്യൂരിഫിക്കേഷൻ ഓഫ് ലിക്വിഡ്. ലിക്വിഡിനെ എങ്ങനെ പ്യൂരിഫൈ ചെയ്യാം? ഒന്നാണ് ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്. എന്താണ്? അണ്ടർലൈങ് പ്രിൻസിപ്പിൾ ബിഹൈൻഡ് ഡിസ്റ്റിലേഷൻ ഇസ് ദാറ്റ് മിക്സ്ചർ ഓഫ് ലിക്വിഡ്സ് ക്യാൻ ബി സെപ്പറേറ്റഡ് ബൈ ദ ഡിഫറൻസ് ഇൻ ദെയർ ബോയിലിംഗ് പോയിന്റ്. അപ്പോൾ നിങ്ങളുടെ ഓപ്ഷൻ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക ഏതാണ് വരിക എന്നുള്ളത് കേട്ടോ. ബോയിലിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം അല്ലേ? ടെമ്പറേച്ചർ അറ്റ് വിച്ച് വേപ്പർ പ്രഷർ ഓഫ് ദ ലിക്വിഡ് ഇസ് ഈക്വൽ ടു ദ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആണ്. ദിസ് മെത്തേഡ് സെപ്പറേറ്റ് വോളറ്റൈൽ ലിക്വിഡ്സ് ഫ്രം നോൺ വോളറ്റൈൽ ലിക്വിഡ്. ഇതും കൂടെ ഓർത്ത് വെക്കണം. ഒരു വോളറ്റൈൽ ലിക്വിഡിനെ നോൺ വോളറ്റൈൽ ലിക്വിഡിനെ സെപ്പറേറ്റ് ചെയ്യുന്ന പ്രോസസ്സ് ഏതാണ്? ഡിസ്റ്റിലേഷൻ അല്ലേ? ആൻഡ് ദിസ് ഡിസ്റ്റിലേഷൻ ഈസ് ദാറ്റ് മിക്സ്ചർ ഓഫ് ലിക്വിഡ്സ് ക്യാൻ ബി സെപ്പറേറ്റഡ്. അതിന്റെ പ്രിൻസിപ്പിൾ എന്താണ്? മിക്സ്ചർ ഓഫ് ലിക്വിഡ്സ് ക്യാൻ ബി സെപ്പറേറ്റഡ് ബൈ ദ ഡിഫറൻസ് ഇൻ ദെയർ ബോയിലിംഗ് പോയിന്റ്. ഓക്കെ, ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ എന്താണ്? ദിസ് മെത്തേഡ് ഇസ് എംപ്ലോയ്ഡ് വെൻ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് ലിക്വിഡ് ഇസ് ഇൻ മച്ച്. വളരെ ചെറിയ ഡിഫറൻസ് രണ്ട് വസ്തുക്കളുടെ ബോയിലിംഗ് പോയിന്റിനുള്ളെങ്കിൽ നമ്മൾ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ആണ് യൂസ് ചെയ്യുക. Since the vapors of such liquids might condense together, fractionating column ഇതിലുണ്ട്. ഏതില്? ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്ന മെത്തേഡിൽ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, തിയറി നമ്മൾ പഠിച്ചു അല്ലേ?
അപ്പോൾ ഡിസ്റ്റിലേഷൻ്റെ എക്സാമ്പിളുകൾ അതുവഴി സെപ്പറേറ്റ് ചെയ്യുന്നതിൻ്റെ എക്സാമ്പിൾ, ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ വഴി സെപ്പറേറ്റ് ചെയ്യേണ്ട എക്സാമ്പിൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോക്കി വയ്ക്കുക. ഓക്കെ, ഇനി അടുത്താണ് ക്രൊമാറ്റോഗ്രഫി എന്ന് പറയുന്ന ടെക്നിക്ക്. എന്താണത്? Chromatography is an important separation technique used to separate constituent particles of a mixture of substance to purify the compounds and check the purity of the organic compound. അപ്പോൾ ഏതെങ്കിലും ഒരു ഓർഗാനിക് കോമ്പൗണ്ട് പ്യൂരിറ്റി ഒക്കെ ചെക്ക് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഇത് ക്രൊമാറ്റോഗ്രഫി. ഇൻ ദിസ് ടെക്നിക്ക് എന്താണ്, ഒരു സ്റ്റേഷനറി ഫേസും ഉണ്ടായിരിക്കും. ഓക്കെ, അത് ദാറ്റ് ക്യാൻ ബി സോളിഡ് ഓർ ലിക്വിഡ്. ഓക്കെ, എ മിക്സ്ചർ ഓഫ് സബ്സ്റ്റൻസ് ആൻഡ് മിക്സ്ചർ ഓഫ് ഗ്യാസ് ഓർ പ്യുവർ സോൾവെന്റ് ഈസ് അലൗഡ് ടു മൂവ് സ്ലോലി ഓൺ ദ സ്റ്റേഷനറി ഫേസ്. ഒരു സ്റ്റേഷനറി ഫേസും ഉണ്ടായിരിക്കും, ഒരു മൊബൈൽ ഫേസും ഉണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ വരുന്ന കൺസെപ്റ്റ് എവിടെയാണ്? ക്രൊമാറ്റോഗ്രഫിയിലാണ് വരുന്നത്. ഓക്കെ, അപ്പം രണ്ട് തരം ക്രൊമാറ്റോഗ്രഫി ഉണ്ട്, അഡ്സോർപ്ഷൻ ക്രൊമാറ്റോഗ്രഫി ആൻഡ് പാർട്ടീഷൻ ക്രൊമാറ്റോഗ്രഫി. അപ്പോൾ നിങ്ങൾക്കൊരു വർക്ക് തരികയാണ്, അഡ്സോർപ്ഷൻ ക്രൊമാറ്റോഗ്രഫിയുടെ എക്സാമ്പിളുകളും പാർട്ടീഷൻ ക്രൊമാറ്റോഗ്രഫിയുടെ എക്സാമ്പിളുകളും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഇനി അടുത്ത കോളം ക്രൊമാറ്റോഗ്രഫി, തിൻ ലെയർ ക്രൊമാറ്റോഗ്രഫി. ഇവിടെ എന്താണ്? കോളം ക്രൊമാറ്റോഗ്രഫിയിൽ എ മിക്സ്ചർ ഈസ് സെപ്പറേറ്റഡ് ഓവർ എ കോളം ഓഫ് എയ്തർ സിലിക്ക ജെൽ ഓർ അലുമിന ജെൽ പാക്ഡ് ഇൻ എ ഗ്ലാസ് കോളം. കണ്ടോ, ഇങ്ങനെ ഒരു ഗ്ലാസ് കോളത്തിൽ സിലിക്ക ജെൽ അല്ലെങ്കിൽ അലുമിന ജെല്ല് വെച്ചിട്ടുണ്ടായിരിക്കും. കോൺസ്റ്റിറ്റ്വൻറ്റ് വിത്ത് ദ മോസ്റ്റ് അഫിനിറ്റി വിത്ത് ദ ഫിക്സഡ് ഫേസ് ഈസ് അഡ്സോർബ്ഡ് അറ്റ് ദ ടോപ്പ് ആൻഡ് സോ ഓൺ. അപ്പോൾ അതിൻ്റെ അഡ്സോർപ്ഷൻ്റെ ബേസ് ചെയ്ത്, അപ്പോൾ അഡ്സോർപ്ഷനിൽ വരുന്നതായിരിക്കുമല്ലോ കോളം ക്രൊമാറ്റോഗ്രഫി. നിങ്ങൾ ജസ്റ്റ് അത് നോക്കുക. ആൻഡ് ഇറ്റ് ഈസ് ദെൻ റിട്രീവ്ഡ് ബൈ യൂസിങ് എൻ ഇലുവെൻറ്റ്. ഇലുവെൻറ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ അതിനെ പിന്നെ സെപ്പറേറ്റ് ചെയ്യും. ഓക്കെ, ദ സോൾവെൻറ്റ് ഈസ് ദെൻ ഇവാപ്പറേറ്റഡ് ടു ഗെറ്റ് ദ കോൺസ്റ്റിറ്റ്വൻറ്റ്. അപ്പോൾ കോളം ക്രൊമാറ്റോഗ്രഫി. Thin layer chromatography എന്താണ്? Here a sheet of alumina is taken over which a small spot of the mixture is placed and is kept in a suitable solvent. അതായത് ഒരു ചെറിയ ഡോട്ട് നമ്മൾ വെക്കും, എന്നിട്ട് ഇവിടെ ഒരു സൊല്യൂഷൻ, ഒരു സോൾവെന്റ് ഉണ്ടായിരിക്കും. ആൻഡ് സോൾവെന്റ് റൈസസ് ഡ്യൂ ടു കാപ്പിലറി ആക്ഷൻ. അപ്പോൾ ആ ഒരു ഇതിനകത്ത് കാപ്പിലറി ആക്ഷൻ നടന്നിട്ട് പതുക്കെ സോൾവെന്റ് റൈസ് ചെയ്യും. ആൻഡ് കോൺസ്റ്റിറ്റ്വൻറ്റും അതിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ റൈസ് ചെയ്ത് വരും അല്ലേ. and the solvent depending on their differential absorption and therefore they are separated. അപ്പോൾ ഡിഫറൻഷ്യൽ അബ്സോർപ്ഷൻ്റെ ബേസിലാണ് തിൻ ലെയർ ക്രൊമാറ്റോഗ്രഫിയിൽ സെപ്പറേഷൻ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഓർത്ത് വെക്കണം. അപ്പോൾ അബ്സോർപ്ഷൻ ക്രൊമാറ്റോഗ്രഫി ഉണ്ട്, പാർട്ടീഷൻ ക്രൊമാറ്റോഗ്രഫി ഉണ്ട്. രണ്ടിനും എക്സാമ്പിൾ പഠിക്കുക. ഈ പറഞ്ഞിരിക്കുന്ന കോളം ക്രൊമാറ്റോഗ്രഫിയും തിൻ ലെയർ ക്രൊമാറ്റോഗ്രഫിയും ഒക്കെ ഏതിലായിരിക്കും വരിക എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി അടുത്താണ് ഡിഫറൻഷ്യൽ എക്സ്ട്രാക്ഷൻ. എന്താണ്? സെപ്പറേറ്റിംഗ് ഫണൽ ഒക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യുന്നതാണ് ഡിഫറൻഷ്യൽ എക്സ്ട്രാക്ഷൻ. ദിസ് മെത്തേഡ് ഇസ് യൂസ് ഫോർ ഇമ്മിസിബിൾ ലിക്വിഡ്. ഇമ്പോർട്ടൻ്റ് ആണ്. ഇമ്മിസിബിൾ ലിക്വിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ഒരു ഓയിലും വാട്ടറും തമ്മിൽ മിക്സ് ആവില്ല അല്ലെ, അങ്ങനത്തെ ലിക്വിഡാണ് ഇമ്മിസിബിൾ ലിക്വിഡ്. അപ്പോൾ എന്താണ്? ദാറ്റ് ലിക്വിഡ്സ് ഡു നോട്ട് മിക്സ് ടുഗെദർ ആണ് ഇമ്മിസിബിൾ ലിക്വിഡ്. ഫോർ എക്സാമ്പിൾ ഓയിൽ ആൻഡ് വാട്ടർ എന്താണ്? ഇമ്മിസിബിൾ ആണ്. ഓക്കെ, immiscible liquids are taken in separating funnel and left undisturbed. After a while, they separate out according to their specific gravities with a heavier liquid at the bottom. ഏത് ലിക്വിഡ് ആണ് ബോട്ടത്തിൽ വരിക? heavier liquid and they are collected later. Okay, അപ്പോൾ ഈ രീതിയിൽ സെപ്പറേറ്റ് ചെയ്യുന്നതാണ് ഇത് ഡിഫറൻഷ്യൽ എക്സ്ട്രാക്ഷൻ. അപ്പോൾ നമ്മൾ ആ ഒരു ഏരിയ കവർ ചെയ്തു അല്ലേ. ഇങ്ങനെയാണ് നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിനെ പഠിക്കേണ്ടത്. ഓക്കെ, പിന്നെ ഇവിടെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിൽ പുറമെ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കണം എന്ന് ഫീൽ ചെയ്യുവാണെങ്കിൽ അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് നമ്മുടെ NCERTയുടെ ഒക്കെ ടെക്സ്റ്റ് ബുക്കുകൾ അവൈലബിൾ ആണ്. അതിലൊക്കെ ജസ്റ്റ് ആ കൺസെപ്റ്റുകളൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. ഓക്കെ, അടുത്ത കെമിസ്ട്രിയിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണിത് കേട്ടോ. പ്രോസസ് യൂസ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് സൾഫ്യൂരിക് ആസിഡ്. അപ്പോൾ ഇവിടെ എന്താണ്? പ്രൊഡക്ഷൻ പ്രോസസ്സുകളുടെ ജനറൽ നെയിമുകളുണ്ട്, അത് നമ്മൾ അറിഞ്ഞിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ലീഡ് ചേംബർ പ്രോസസ്. ലീഡ് ചേംബർ പ്രോസസ് എന്തിൻ്റെ പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്? സൾഫ്യൂരിക് ആസിഡിൻ്റെ ആണ് കേട്ടോ, സൾഫ്യൂരിക് ആസിഡ്. അപ്പോൾ എന്താണ്? ലീഡ് ചേംബർ പ്രോസസ്. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് അല്ലേ, അപ്പോൾ എന്താണ് ഈ കോണ്ടാക്ട് പ്രോസസ്സ്? കോണ്ടാക്ട് പ്രോസസ്സും സൾഫ്യൂരിക് ആസിഡിൻ്റെ പ്രൊഡക്ഷൻ തന്നെയല്ലേ അല്ലേ. അപ്പോൾ ലീഡ് ചേംബർ പ്രോസസ് എന്ന് പറയുന്നത് ഓൾഡർ മെത്തേഡായിരുന്നു, ലെസ് എഫിഷ്യൻ്റ് ആയിരുന്നു. കോണ്ടാക്ട് പ്രോസസ്സ് എന്ന് പറയുന്നത് കുറച്ചുകൂടി എഫിഷ്യൻസി ഉള്ള ഒരു മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് സൾഫ്യൂരിക് ആസിഡ് ആണ്. ഓക്കെ, അപ്പോൾ ഈ കോണ്ടാക്ട് പ്രോസസ്സിലെ എന്താ പറയുക, കോണ്ടാക്ട് പ്രോസസ്സിലെ കാറ്റലിസ്റ്റ് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കണം. അത് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതാണ്? വെനേഡിയം പെൻറ്റോക്സൈഡ്. വെനേഡിയം പെൻറ്റോക്സൈഡ് ആണ് കാറ്റലിസ്റ്റ്, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അടുത്ത് ഹേബർ പ്രോസസ്. ഹേബർ പ്രോസസ് എന്തിൻ്റെ പ്രൊഡക്ഷൻ ആണ്?
അമോണിയയുടെയാണ് അല്ലേ. ഡീക്കൻ പ്രോസസ്സ് എന്തിൻ്റെയാണ്? ക്ലോറിൻ്റെ പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഏതെന്ന് പറയുന്നത്? ഡീക്കൻ പ്രോസസ്സ് എന്ന് പറയുന്നത് അല്ലേ. നമുക്ക് എല്ലാവർക്കും അറിയാം. അത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. ക്ലോറിൻ ഗ്യാസിൻ്റെ പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഡീക്കൻ പ്രോസസ്സ്. ആൻഡ് പിന്നെ ഉള്ളത് ഏതാണ്? സോൾവേ പ്രോസസ്സ്, ഇൻഡസ്ട്രിയൽ മാനുഫാക്ചർ ഓഫ് സോഡിയം കാർബണേറ്റ് ആണ് കേട്ടോ, Na2CO3. അതാണ് സോൾവേ പ്രോസസ്സ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഇത് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസറുമായിട്ട് റിലേറ്റ് ചെയ്ത, ഓപ്ഷനുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇതിൽ കൂടാതെ മെത്തേഡുകളുണ്ട്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വേണം എക്സാമിന് പോകാൻ വേണ്ടി. ഏതെങ്കിലും ഒരു മെത്തേഡുകൾ തീർച്ചയായിട്ടും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ക്ലിയർ ആണല്ലോ? Which among the following is an amphoteric oxide? അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഇത് മിക്കവാറും കേട്ടറ്റിൻ്റെ എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചേക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഏതാണ് ആംഫോട്ടറിക് ഓക്സൈഡ്? 2 എക്സാമ്പിളുകളാണ് പ്രധാനമായിട്ടുള്ളത്. നിങ്ങൾ ഓർത്ത് വെക്കണം. അലൂമിനിയം ഓക്സൈഡ് Al2O3 ആൻഡ് സിങ്ക് ഓക്സൈഡ് ZnO. ഇത് രണ്ടുമാണ് എന്ത്? ആംഫോട്ടറിക് ഓക്സൈഡ്സിന് എക്സാമ്പിൾ. എന്താണ് ആംഫോട്ടറിക് ഓക്സൈഡ് എന്ന് അറിയാലോ? എന്താണ്? മെറ്റൽ ഓക്സൈഡ് വിച്ച് റിയാക്ട് വിത്ത് ബോത്ത് ആസിഡ് ആൻഡ് ബേസ് ടു ഫോം സാൾട്ട് ആൻഡ് വാട്ടർ. അതാണ് ആംഫോട്ടറിക് ഓക്സൈഡ് എന്ന് പറയും. അപ്പോൾ ഇത് അതിൻ്റെ റിയാക്ഷനും കാര്യങ്ങളും ആണ്. അത് താല്പര്യമുള്ളവർ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി കേട്ടോ. ബേസിക് ഈ കൺസെപ്റ്റ് അറിയാം. എന്താണ് ആംഫോട്ടറിക് ഓക്സൈഡ്? ചിലപ്പോൾ അങ്ങനെ ചോദിക്കാറുണ്ട്. മെറ്റൽ ഓക്സൈഡ്സ് വിച്ച് റിയാക്ട് വിത്ത് ബോത്ത് വാട്ടർ ആൻഡ് ബോത്ത് ആസിഡ് ആൻഡ് ബേസ് ടു ഫോം സോൾട്ട് ആൻഡ് വാട്ടർ എന്നാണ് ചോദിക്കാറുണ്ട്. ആംഫോട്ടറിക് ഓക്സൈഡ് 2 എക്സാമ്പിളുകൾ നോക്കി വെക്കണം. Al2O3 ആൻഡ് ZnO. അത് രണ്ടും നിർബന്ധമായിട്ടും പഠിച്ചിരിക്കുക. റിപ്പീറ്റഡ് ആയിട്ട് കേട്ടിട്ട് ഫിസിക്കൽ സയൻസ് എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ? അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. മാത്സ് ഫോളോയിങ് ആണ്. അപ്പം നമ്മൾ കൺസെപ്റ്റ് ഡിസ്കസ് ചെയ്യുന്നു, ശേഷം നിങ്ങൾ തന്നെ ഇതൊന്ന് മാച്ച് ചെയ്ത് നോക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടേബിൾ ആണിത് കേട്ടോ. നമ്മൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. എന്താണ്? ഡിസ്പേഴ്സ്ഡ് ഫേസ്, ഡിസ്പേർഷൻ മീഡിയം, അതിൻ്റെ ഒരു കോമൺ നെയിം പറയും, അതിൻ്റെ എക്സാമ്പിളുകൾ. ഓക്കെ, അപ്പോൾ നോക്കുക. ഡിസ്പേഴ്സ്ഡ് ഫേസ്, ഡിസ്പേർഷൻ മീഡിയം. അപ്പോൾ ഡിസ്പേർഷൻ മീഡിയത്തിലാണ് ഡിസ്പേഴ്സ്ഡ് ഫേസ് വരിക. അപ്പോൾ ലിക്വിഡ് ഇൻ ഗ്യാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ that is called aerosol. Solid in gas ആണെങ്കിലും it is called aerosol. Gas in liquid ആണെങ്കിൽ form, liquid in liquid emulsion. ഇതൊന്ന് ഓർത്ത് വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ് emulsion. Emulsionൻ്റെ എക്സാമ്പിൾ മിൽക്ക് എന്ന് പറയുന്ന ഒരു emulsion ആണെന്ന് ഓർത്ത് വെക്കുക. Solid in liquid എന്ന് പറയുന്നത് സോൾ ആണ്, മിൽക്ക് ഓഫ് മഗ്നീഷ്യ എക്സാമ്പിൾ ആണ്. ഗ്യാസ് ഇൻ ലിക്വിഡ് ഫോം ആണ്, ഇത് ഓർത്ത് വെക്കണം. ലിക്വിഡ് ഇൻ സോളിഡ് ജെല്ലാണ്, ഓർത്ത് വെക്കണം. ആൻഡ് സോളിഡ് ഇൻ സോളിഡ് സോൾ ആണ്. ഓക്കെ, അപ്പോൾ ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇതിൻ്റെയൊക്കെ എക്സാമ്പിളുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ NCERT-യിലുള്ളതാണ്. അപ്പോൾ ജസ്റ്റ് കുറച്ച് എക്സാമ്പിളുകൾ നിങ്ങളൊന്ന് നോക്കി വെക്കുക കേട്ടോ. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഫോഗ്, ക്ലൗഡ്, മിസ്റ്റ് ഒക്കെ എയറോസോൾ ആണെന്ന് ഓർത്ത് വെക്കുക. റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. സ്മോക്ക് എന്ന് പറയുന്നതും എയറോസോൾ തന്നെയാണ്. പക്ഷേ അതിൻ്റെ ഈ ഫേസുകൾ തമ്മിലുള്ള വ്യത്യാസങ്ങളൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, പിന്നെ മിൽക്ക് എമൽഷൻ ആണെന്ന് അറിഞ്ഞിരിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയൊക്കെയാണ് നോർമലി നമ്മളോട് ചോദിക്കുന്ന എക്സാമ്പിളുകൾ. ബാക്കിയുള്ളതും കൂടെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നതിൽ നിങ്ങളൊന്ന് മാച്ച് ചെയ്ത് നോക്കുക. ഇതിൽ കൊടുത്തിരിക്കുന്നത് ആയിരിക്കില്ല കേട്ടോ ആൻസർ. അപ്പം നിങ്ങൾ കറക്റ്റായിട്ട് ഇത് പഠിച്ചതിന് ശേഷം ഇതിൻ്റെ ആൻസർ നിങ്ങളൊന്ന് കണ്ടുപിടിച്ച് നോക്കുക. ക്ലിയർ ആണല്ലോ? അപ്പോൾ കെമിസ്ട്രിയിലെ 4 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനും ആ ഏരിയയുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അടുത്ത നമുക്ക് ഫിസിക്സിലെ ഇതേപോലെയുള്ള 4 ക്വസ്റ്റ്യൻസും അതിൻ്റെ ഏരിയാസും നമുക്കൊന്ന് നോക്കാം. ഓക്കെ, സോ നമുക്ക് അടുത്ത ഫിസിക്സിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. അസേർഷൻ ആൻഡ് റീസൺ റിലേറ്റഡ് ടു മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ആർ ഗിവൺ ബിലോ. അസേർഷൻ നോക്കുക. മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ഡു നോട്ട് ഇന്റർസെക്ട് ഈച്ച് അതർ. At the point of reason ആണ്, at the point of intersection magnetic fields will have 2 directions. ഇതിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ കേട്ടറ്റ് ഫിസിക്കൽ സയൻസിൻ്റെ എക്സാമിന് കയറി വരുന്ന ഒരു പാറ്റേൺ ആണ് അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ. അപ്പോൾ നോക്കിയേ, ഫസ്റ്റ് അസേർഷൻ എന്താണ്? മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ഡു നോട്ട് ഇന്റർസെക്ട് ഈച്ച് അതർ. ഓക്കെ, അതിൻ്റെ റീസൺ എന്താണ്? അറ്റ് ദ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് വിൽ ഹാവ് 2 directions അല്ലേ. അതുകൊണ്ട് തന്നെയാണ്, അങ്ങനെ ഇല്ല മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്. അതുകൊണ്ട് മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് ലൈൻസ് ഡു നോട്ട് ഇന്റർസെക്ട് ഈച്ച് അതർ. കറക്റ്റ് അല്ലേ? അപ്പോൾ അസേർഷനും കറക്റ്റ് ആണ്, റീസണും കറക്റ്റ് ആണ്. അപ്പോൾ രണ്ടും കറക്റ്റും ആണ്. അസേർഷൻ്റെ പ്രോപ്പർ ആയിട്ടുള്ള റീസൺ തന്നെയാണ്
ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഏതാ ആൻസർ വരിക? ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ബോത്ത് അസേർഷൻ ആൻഡ് റീസൺ ആർ കറക്റ്റ് ആൻഡ് റീസൺ ഇസ് എ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഫോർ അസേർഷൻ. അപ്പോൾ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. അപ്പോൾ നമുക്ക് ഇതിന്റെ കൂടെ എന്തൊക്കെ കാര്യങ്ങൾ അറിയണം? മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിന്റെ പ്രത്യേകതകൾ ഒന്ന് ഓർത്തു വെക്കുന്നത് നല്ലതായിരിക്കും അല്ലേ? അപ്പോൾ എന്തൊക്കെയാണ്? The tangent drawn to the magnetic field lines give the direction of magnetic field അല്ലേ? അപ്പോൾ നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസുകൾ ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ അവിടെ ഒരു ടാൻജന്റ് വരച്ചു കഴിഞ്ഞാൽ that tangent gives the direction of the magnetic field lines at that point അല്ലേ? Closeness or density of the field lines is directly proportional to strength of the field. അപ്പം നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് ഇപ്പം ഇങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡ് എങ്കിൽ എത്ര മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എത്ര കൂടുതലാണോ അത്രയും ഡെൻസിറ്റി ഉണ്ടാകും അതിന് അല്ലേ? അതായത് എത്ര അടുത്തതാണോ അല്ലെങ്കിൽ ഡെൻസിറ്റി ഓഫ് ഫീൽഡ് ലൈൻസ് കൂടുതലാണെങ്കിൽ എന്താണ് ആ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നതിന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. ഓക്കെ. Magnetic field lines appear to emerge or start from North Pole and merge to terminate at the South Pole. നോർത്തിൽ നിന്ന് തുടങ്ങി സൗത്ത് പോളിൽ എൻഡ് ചെയ്യും. Inside the magnet എന്താണ്? Direction of the magnetic field lines is from South Pole to North Pole. ഇതൊക്കെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് കേട്ടോ. ഒരു പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ ഇത് ചോദിച്ചിട്ടുണ്ട്. ബാർ മാഗ്നറ്റിന്റെ ഇൻസൈഡിൽ എന്താണ് ഡയറക്ഷൻ അല്ലേ? ഇനി മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് നെവർ ഇന്റർസെക്ട് ഈച്ച് അതർ. ഈ പോയിന്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അല്ലേ? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഫോം എ ക്ലോസ്ഡ് ലൂപ്പ്. ഓക്കെ. ഇനി ഫീൽഡ് ലൈൻസ് ഹാവ് ബോത്ത് ഡിറക്ഷൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് അറ്റ് എനി പോയിന്റ് ഓൺ ദ ഫീൽഡ്. Therefore, magnetic field lines are represented by a vector. ഇതൊരു വെക്ടർ ആണെന്നുള്ളത് ഓർത്തു വെക്കണം കേട്ടോ. It has direction and magnitude. They denote the direction of the magnetic field. Magnetic field is stronger at the poles because field lines are denser near the pole. അപ്പോൾ നമ്മൾ ഫീൽഡ് ലൈൻ വരയ്ക്കുമ്പോൾ എന്താണ്? ഈ പറയുന്ന ഫീൽഡ് ലൈൻ വളരെ തിക്കായിട്ട് പോളിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇത് നോർത്ത് ഇത് സൗത്ത് ആണെങ്കിൽ പോൾസിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ സ്ട്രോങ്ങർ എവിടെയായിരിക്കും? പോൾസിലാണ് ദാൻ അറ്റ് ദ ഈ ഒരു ഭാഗത്തിനേക്കാളും ഒക്കെ കൂടുതലായിട്ടുണ്ടാകുന്ന എവിടെയായിരിക്കും? പോൾസിലായിരിക്കും. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇത്രയും റിലേറ്റഡ് ഫാക്ട് ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ. ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. പവർ ഓഫ് ലെൻസ് പ്രിസ്ക്രൈബ്ഡ് ബൈ എ ഡോക്ടർ ഇസ് -1.5 ഡയോപ്റ്റർ അല്ലേ? വാട്ട് ഇസ് ഇറ്റ്സ് ഫോക്കൽ ലെങ്ത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. പവർ ഓഫ് ദ ലെൻസ് എത്രയാണ്? -1.5. അപ്പൊ ഇവിടെ കുറച്ച് കാര്യങ്ങൾ അറിയണം. പവർ എന്ന് പറയുന്നത് 1 ഫോക്കൽ ലെങ്ത് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പവർ ഇസ് ഈക്വൽ ടു 1 ഫോക്കൽ ലെങ്ത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. എല്ലാ തവണയും നമ്മുടെ കേട്ടറ്റ് ഫിസിക്കൽ സയൻസിൽ ഉണ്ടാകുന്ന ഫിസിക്സിലെ ഒരു പ്രോബ്ലം ആണ് കേട്ടോ ഇത്. അപ്പോൾ പവർ ഓഫ് ലെൻസ് ഇസ് പ്രിസ്ക്രൈബ്ഡ് ബൈ എ ഡോക്ടർ ദാറ്റ് ഇസ് ഇറ്റ് ഈസ് ഈക്വൽ ടു -1.5 ഡയോപ്റ്റർ. അപ്പോൾ ഇതിൽ നിന്ന് വേറെ എന്തൊക്കെ അറിയാൻ പറ്റും? യൂണിറ്റ് ഓഫ് പവർ അല്ലെ? യൂണിറ്റ് ഓഫ് പവർ എന്താണെന്നുള്ളത് നമുക്ക് അറിയണം. എന്താണ് യൂണിറ്റ് ഓഫ് പവർ എന്ന് പറയുന്നത്? ഡയോപ്റ്റർ ആണ്. ഡി എന്നുള്ളതിലാണ് നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യുന്നത്. ഇനി ഇവിടെ ഒരു -1.5 കൊടുത്തിട്ടുണ്ട് അല്ലെ? -1.5 എന്തുകൊണ്ടാണ് -1.5 വന്നത്? അപ്പൊ നമുക്ക് -1.5 ഡയോപ്റ്റർ ആണെങ്കിൽ ഇത് ഏത് ലെൻസ് ആണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഓക്കെ. അപ്പൊ അവിടെ നമ്മൾ അറിയേണ്ട ഒരു റിലേറ്റഡ് ഫാക്റ്റ് ആണ് എന്ത്? കോൺവെക്സ് ലെൻസ് അല്ലെ? കോൺവെക്സ് ലെൻസ് ലൈറ്റിനെ എന്ത് ചെയ്യും? കോൺവെക്സ് ലെൻസ് എന്ന് പറയുന്ന ലൈറ്റിനെ കൺവെർജ് ചെയ്യുന്ന ലെൻസ് ആണ് അല്ലെ? ലൈറ്റിനെ കൺവെർജ് ചെയ്യും ആൻഡ് അത് ഇറ്റ് ഹാസ് എന്ത് പവർ ആണ്? പോസിറ്റീവ് പവർ ആണ്. പോസിറ്റീവ് പവർ ആണ് എന്തിനുള്ളത്? കോൺവെക്സ് ലെൻസിനുള്ളത്. എന്നാൽ കോൺകേവ് ലെൻസ് എന്താണ്? കോൺകേവ് ലെൻസ് ലൈറ്റിനെ എന്താ ചെയ്യുക? ഡൈവർജ് ചെയ്യും ആൻഡ് ഇറ്റ് ഹാസ് നെഗറ്റീവ് പവർ. അപ്പൊ ഇത് ഏത് ലെൻസ് ആണെന്ന് മനസ്സിലായല്ലോ? -1.5 ആയതുകൊണ്ട് ഇത് ഏത് ലെൻസ് ആണ്? ഇതൊരു കോൺകേവ് ലെൻസിന്റെ പവർ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകണം. ഓക്കെ. അപ്പൊ ഇങ്ങനെ ഓർത്താൽ മതി. ലെൻസ് ആണ് പറയുന്നത്. കോൺവെക്സ് ലെൻസ് എന്ത് ചെയ്യും? കൺവെർജ് ചെയ്യും. ലൈറ്റിനെ കൺവെർജ് ചെയ്യും. ഇറ്റ് ഹാസ് എ പോസിറ്റീവ് പവർ. അപ്പൊ ഇത് എങ്ങനെ ഓർക്കാൻ പറ്റും? കോൺവെക്സ് ലെൻസ് കൺവെർജ് ചെയ്യും. കൺവെർജ് ദ ലൈറ്റ്. ഇപ്പൊ സി അല്ലെ? കോൺവെക്സ് കൺവെർജ് ചെയ്യും. ലെൻസ് ആണെന്ന് ഓർക്കണം. പോസിറ്റീവ് പവർ. കോൺകേവ് എന്ത് ചെയ്യും? ഡൈവർജ് ചെയ്യും. നെഗറ്റീവ് പവർ അല്ലെ?
ഇതെങ്ങനെയാ ആലോചിക്കുക? കോൺകേവ് എന്ന് പറയുന്നത് എന്താണ്? ഡൈവർജ് ചെയ്യും. ഡൈവർജ് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്? ഇങ്ങനെ പിരിച്ചു വിടും അല്ലേ? അപ്പൊ പിരിച്ചു വിടുന്നവർ പൊതുവെ എന്താണ്? നെഗറ്റീവ് സ്വഭാവമുള്ളവരാണ്. അപ്പൊ എന്ത്? നെഗറ്റീവ് പവർ ഉള്ളവരാണ് അല്ലേ? അപ്പൊ കോൺവെക്സ് കൺവെർജ് ചെയ്യും എന്നുള്ളത് ആലോചിക്കുക. കോൺവെക്സ് രണ്ടിലും അതുണ്ട്. കൺവെർജ് ചെയ്യും. അങ്ങനെ എല്ലാവരും ഒരുമിച്ച് കൂട്ടുന്നവര് പോസിറ്റീവ് പവർ ഉള്ള ആൾക്കാരായിരിക്കും ഓർക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ ഓർത്താൽ ഇത് നിങ്ങൾക്ക് കിട്ടുമല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇവിടുന്ന് മനസ്സിലാക്കണം. അപ്പം ഇനി ബാക്കി നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റും. പവർ എന്ന് പറയുന്നത് -1.5. അപ്പോൾ ഈ മൈനസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട, ഈ കാൽക്കുലേഷൻ ഉൾപ്പെടുത്തേണ്ട കാര്യം വരുന്നുണ്ടോ? ഇല്ല അല്ലേ? 1.5 എന്ന് പറയുന്നത് 1 ഫോക്കൽ ലെങ്ത് ആണ്. therefore focal length is equal to 1/1.5 നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്താണ് 1 ഡിവൈഡഡ് ബൈ 1.5 എന്ന് പറയുമ്പം നമുക്ക് എത്ര ആൻസർ കിട്ടുക എന്നറിയോ? 0.66 എന്ന് കിട്ടും. 0.666 അങ്ങനെ പോവും. അതായത് നമുക്ക് 0.67 എന്ന് നമുക്കിതിനെ എടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയേ, 0.67 എന്ന് പറയുന്ന മീറ്ററിലായിരിക്കും. യൂണിറ്റ് ഈ ഒരു ഇക്വേഷൻ ചെയ്യുമ്പോൾ, വർക്കൗട്ട് ചെയ്യുമ്പോൾ ഫോക്കൽ ലെങ്ത് എപ്പോഴും മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്നത് എന്താണ്? ഇത്രയും മീറ്റർ ആണ്. 0.67 മീറ്റർ ആണ് നമുക്ക് കിട്ടുന്ന ആൻസർ. അപ്പം 0.67 മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര സെന്റിമീറ്റർ ആണ് അല്ലെ? ഇനി എങ്ങനെയാ മാറ്റുന്നത്? ഇതിനെ ഇൻറ്റു 100 ചെയ്താൽ മതി അല്ലെ? അപ്പൊ എത്രയാണ്? 67 സെന്റിമീറ്റർ ആണ് റൈറ്റ് ആൻസർ വരിക. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇവിടെ നോക്കിയേ, ഓപ്ഷൻ എ തന്നെ 0.67 സെന്റിമീറ്റർ, അത് തെറ്റാണ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ വരിക. ഇങ്ങനെയാണ് നമ്മൾ ശരിയായിരിക്കും എന്ന് ഓർത്ത് എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങുന്ന ക്വസ്റ്റ്യൻസ് എറർ ആയിട്ട് മാറുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. The acceleration due to gravity does not depend on. Okay, acceleration due to gravity എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? Mass of the earth, radius of the earth, mass of the body, none of this. അല്ലേ? ഇങ്ങനെയാണ് 4 ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കുന്നതിന് മുമ്പേ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിനെ കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം അല്ലേ? അപ്പോൾ എന്തൊക്കെയാണ് ആക്സിലറേഷൻ ഡ്യൂ ടു? എന്താണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത്? എന്താണ് ആക്സിലറേഷൻ എന്താണ്? ഓക്കെ, ഒരു ജി എന്ന് പറയുന്ന ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ് അല്ലേ? ദാറ്റ് ഈസ് ആക്സിലറേഷൻ എക്സ്പീരിയൻസ്ഡ് ബൈ ആൻ ഒബ്ജെക്ട് വിച്ച് ഇസ് അണ്ടർഗോയിങ് എ ഫ്രീ ഫോൾ അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് എർത്ത് ഗ്രാവിറ്റി. ഇതാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത്. നമ്മൾ ജി വെച്ചിട്ടാണ് ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇത് എന്ത് ക്വാണ്ടിറ്റി ആണ്? ഇതൊരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. ഓക്കെ, അപ്പോൾ വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ ഇതിന് എന്തുണ്ട്? ഇറ്റ് ഹാസ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡിറക്ഷൻ. മാഗ്നിറ്റ്യൂഡും ഉണ്ട്, അതേപോലെ തന്നെ ഡിറക്ഷനും ഉണ്ട് അല്ലേ? ഇനി എന്തൊക്കെയാണ് ഇതിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ്? എന്താണ്? ഇതിന് മാസിനെയോ സൈസിനെയോ ഷേപ്പിനെയോ എന്ത് ചെയ്യുന്നില്ല? ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, അതായത് ഫോൾ ചെയ്യുന്ന ഒബ്ജക്റ്റിന്റെ മാസിനെയോ സൈസിനെയോ അതേപോലെ ഷേപ്പിനെയോ ഒന്നും എന്ത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നില്ല അല്ലേ? അപ്പോൾ ഇവിടെ നോക്കിയേ, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡസ് നോട്ട് ഡിപ്പെൻഡ് അപ്പോൺ ദ മാസ് ഓഫ് ദ ബോഡി അല്ലേ? മാസ് ഓഫ് ദ ബോഡീനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ? ഇല്ല, മാസ് ഓഫ് ദ ബോഡീനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇറ്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ് അപ്പോൺ. ജിക്ക് ഒരു ഇക്വേഷൻ ഉണ്ട് which is equal to gm/r² എന്നാണ്. ഓക്കെ, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, എർത്തിന്റെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓഫ് ആൻ എർത്തിന്റെ ഇക്വേഷൻ എന്താണ്? gm/r². g is equal to gm/r². ഓക്കെ, ഇവിടെ g എന്ന് പറയുന്ന യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ആണ്. m എന്ന് പറയുന്ന മാസ് ഓഫ് എർത്ത് ആണ്. r എന്ന് പറയുന്ന റേഡിയസ് ഓഫ് എർത്ത് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത്? ഈ ഇക്വേഷനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത് അല്ലേ? അപ്പോൾ അത് മാസ് ഓഫ് ദ എർത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, മാസ് ഓഫ് ദ റേഡിയസ് ഓഫ് ദ എർത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ മാസ് ഓഫ് ദ ബോഡീനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, ആ ഒരു ഫാളിംഗ് ബോഡിയുടെ മാസിനെ ഇത് എന്ത് ചെയ്യുന്നില്ല? ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളത് നിങ്ങൾ ഓർത്തിരിക്കണം. ഓക്കെ, ഇനി ജീനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടർ അല്ലേ? അത് ആൾട്ടിറ്റ്യൂഡിന് അനുസരിച്ച് അല്ലേ? ഒരു ഒബ്ജക്റ്റ് എർത്തിന്റെ സർഫസിൽ നിന്ന് ദൂരേക്ക് പോവുകയാണെങ്കിൽ എന്താണ്? വാല്യൂ ഓഫ് ദി ജി എന്ന് പറയുന്നത് ഡിക്രീസ് ചെയ്യും. ഇതൊക്കെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. എർത്തിന്റെ സർഫസിൽ ഉള്ള റേഡിയസ് ആണ് എന്തെന്ന് പറയുന്നത്?
എർത്തിന്റെ സർഫസിലുള്ള വരെയുള്ള ആറാണ് അല്ലേ ഇത്. അപ്പൊ ഇതാ ഈ ആർ എന്ന് പറയുന്നത്. ഇനി ഇതിന്ന് അകന്നു പോകുന്തോറും, മുകളിലേക്ക് പോകുന്തോറും എന്താണ്, ജി എന്ന് പറയുന്നത് ഡിക്രീസ് ചെയ്യും. ഓക്കെ, അതേപോലെ എർത്തിന്റെ ഡീപ്പർ ബിലോ ദ എർത്ത് പോകുമ്പോഴും എന്താണ്, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്ന ഡിക്രീസ് ചെയ്യും. ഇനി എർത്ത് എന്ന് പറയുന്ന ഒരു പെർഫെക്റ്റ് സ്ഫിയർ ആണോ? അല്ല അല്ലെ. എർത്ത് എന്ന് പറയുന്നത് ജിയോയിഡ് ആണ് ഷേപ്പ് അല്ലെ, ഒരു ഒബ്ലേറ്റ് സ്ഫിറോയിഡ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ അതിന്റെ പ്രത്യേകത എന്താണ്, ഇക്വേറ്ററിൽ എന്ന് പറയുന്നത് വൈഡർ ഇക്വേറ്റർ ആണ്, വൈഡർ അറ്റ് ഇക്വേറ്റർ. ഈ ഷേപ്പിന് എന്താണ്, ഇക്വേറ്ററിൽ വൈഡറും ഈ പറയുന്ന പോൾസിൽ അത് ഫ്ലാറ്ററും ആണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്, എർത്തിന്റെ സർഫസിൽ ജിയുടെ ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്, 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. പിന്നെ പോൾസിലായിരിക്കും വാല്യൂ ഓഫ് ഗ്രാവിറ്റി കൂടുതൽ ദാൻ അറ്റ് ദ ഇക്വേറ്റർ. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ഏരിയയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. ക്ലിയർ ആണല്ലോ? അപ്പോൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇറ്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ് അപ്പോൺ, കണ്ടോ ഇവിടെ രണ്ട് ഓപ്ഷൻ ഉണ്ട്, മാസ് ഓഫ് എർത്തും ഉണ്ട്, മാസ് ഓഫ് ബോഡി ഉണ്ട്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. മാസ് ഓഫ് ദ ബോഡീനെ അത് എന്ത് ചെയ്യുന്നില്ല, ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ക്ലിയർ ആണല്ലോ? അപ്പോൾ ജിയുടെ ഇക്വേഷൻ, ബേസിക് ഇക്വേഷൻ ജി ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ GM/r² എന്നുള്ളതാണ്. ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കിയേ. In the circuit given below, 4 ohm is the effective resistance between the points A and B. അല്ലേ, എയുടെയും ബിയുടെയും ഇടയ്ക്ക് ഇത്രയും റെസിസ്റ്റൻസുകൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ എന്താണ്, in the circuit given below, 4 ohm is the effective resistance between the point A and B. എയുടെയും ബിയുടെയും ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് 4 ohm ആണ് അല്ലേ. Find the resistance of the resistor X. അപ്പം ഇവിടെ രണ്ട് റെസിസ്റ്റർ, ഒരു 4 ohm, ഇത് 8 ohm, ഇത് 5 ohm, ഇത് X ohm എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്, X ohm നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ. അപ്പൊ ഇവിടെ നമ്മൾ മൊത്തം കുറെ കാര്യങ്ങൾ, കുറച്ച് ഇക്വേഷനുകൾ നമ്മളിവിടെ പഠിക്കും. എന്താണ്, 1/R അല്ലെ, R സീരീസ് ആണെങ്കിൽ എന്താ സംഭവിക്കുക, സോറി R പാരലൽ, 1/R പാരലൽ ആണെങ്കിൽ 1/R1 plus 1/R2 plus 1/R3 plus അങ്ങനെ പോകും അല്ലേ. R സീരീസ് ആണെങ്കിലോ R1 plus R2 plus R3 അങ്ങനെ പോകും. അപ്പോൾ ഒരു രണ്ട് റെസിസ്റ്റൻസിനെ സീരീസിൽ കണക്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രീതിയിൽ കണക്ട് ചെയ്യുക. ഇത് രണ്ടും പാരലലി കണക്റ്റഡ് ആണ്, ഇത് രണ്ടും സീരീസിലി കണക്റ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ്, ഇഫക്റ്റീവ് റെസിസ്റ്റൻസ്, എയുടെയും ബിയുടെയും ഇഫക്റ്റീവ് റെസിസ്റ്റൻസും തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് കാൽക്കുലേഷൻ ചെയ്ത് നോക്കാം. ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ. അപ്പം ഇവിടെ ശ്രദ്ധിക്കേണ്ടത് 1/R പാരലൽ. അപ്പം നമുക്ക് കിട്ടുന്ന ഉത്തരം 1/R ആണ്. നമുക്ക് കിട്ടിയതിന് ശേഷം റെസിപ്രോക്കൽ കാൽക്കുലേറ്റ് ചെയ്യണം. അതിനാണ് പൊതുവെ എല്ലാവരും മറന്നു പോവാറ്. ഓക്കെ, അപ്പം നമുക്ക് ആൻസർ കിട്ടില്ല. പക്ഷെ 1/R എടുത്തിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് 1/Rന്റെ റെസിപ്രോക്കൽ എടുത്തിട്ട് ചെയ്താലേ നമുക്ക് ആൻസർ കിട്ടുള്ളൂ. അപ്പൊ രണ്ടെണ്ണം സീരീസിലാണെങ്കിൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണാൻ എളുപ്പമാണല്ലോ. 4 ohm plus 8 ohm ചെയ്താൽ മതി. അപ്പൊ 12 ohm ആണ് ഇവിടുത്തെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് അല്ലേ. അപ്പോൾ ഇനി ഇത് നോക്കുക, ഇത് രണ്ടും 5 plus X ohm ആണ് ഇതിന്റെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ്. അങ്ങനെയാണെങ്കിൽ എയുടെയും ബിയുടെയും ടോട്ടൽ ഇതെന്ന് പറയുന്നത് ഈ 12 ohmഉം ഈ 5 plus X ohm എന്ന് പറയുന്നത് എന്താണ്, പാരലൽ കണക്ഷൻ ആണ് അല്ലെ, പാരലലി കണക്റ്റഡ് ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ രീതിയിലുള്ള കാൽക്കുലേഷൻ ചെയ്യാം. അപ്പൊ 1/R പാരലൽ ഈക്വൽ ടു 1/12 plus 1/5 plus X ohm. ഓക്കെ, ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ മതി, നമുക്ക് റൈറ്റ് ആൻസർ കിട്ടും. അപ്പൊ നമുക്ക് അതൊന്ന് ചെയ്ത് നോക്കിയാലോ. ഇത് 5 plus X plus 12 by ഓക്കെ, അപ്പൊ ഇത് നമുക്ക് എന്ത് ചെയ്യണം, ഇങ്ങനെ ഒരു രീതിയിൽ തന്നിരിക്കുന്നതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് LCM കറക്റ്റ് ആക്കിയിട്ട് ചെയ്യണം അല്ലെ. അപ്പൊ അങ്ങനെ ചെയ്യുമ്പം ഇവിടെ എന്ത് വരും, നമുക്ക് 5 plus X ഉം 12 ആവുമ്പോൾ നമുക്ക് LCM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 into 5 plus X ആയിരിക്കും LCM അല്ലെ. അപ്പൊ അത് നമുക്ക് എടുക്കാം. അപ്പൊ ആ രീതിയിൽ വരുമ്പം ഇവിടെ 12 into 5 plus X ചെയ്യണം അല്ലെ. അപ്പൊ LCM ൽ
എന്താ പറയുക, ന്യൂമറേറ്ററിൽ 5 + x വരും. 5 + x പ്ലസ് ഇവിടെ എന്ത് ചെയ്യണം, അപ്പം ഇൻറ്റു 12 ചെയ്യണം അല്ലേ താഴെ. അപ്പം അവിടെ മുകളിലും /12 ഇൻറ്റു 5 + x എന്ന് വരും അല്ലേ. ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അപ്പം 5 + x എന്ന് പറയുമ്പോൾ +12, 5 + x + 12 എന്ന് പറയുമ്പോൾ 17 + x എന്ന് വരും അല്ലേ. 17 + x / 12 5 60 + 12x. ദിസ് ഇസ് ഈക്വൽ ടു ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്, 4 ആണ് തന്നിട്ടുണ്ട് അല്ലേ. അപ്പം ആക്ച്വലി അത് 1/4 എന്നാണ് നമ്മൾ എടുക്കേണ്ടത് അല്ലേ. അപ്പം ഇനി ഇതിനെ മാത്തമാറ്റിക്കലി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ വരും, 17 + x ഇൻറ്റു 4 ഈക്വൽ ടു 60 + 12x എന്ന് വരും അല്ലേ. അപ്പം ഇനി അത് ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാലോ. 17 ഇൻറ്റു 4 എത്രയാണ്, 7 4 28 ഇഷ്ടം 2 4 5 6 68 അല്ലേ. 68 + 4x ഈക്വൽ ടു 60 + 12x. അപ്പം ഇവിടുന്ന് ഇത് കുറയ്ക്കാലോ. അപ്പം 68 - 60 എന്ന് പറയുമ്പോൾ 8 ഈക്വൽ ടു 12 - 4x എന്ന് പറഞ്ഞു കഴിഞ്ഞാലും 8x. അപ്പം x എന്ന് പറയുമ്പോൾ എത്രയാണ്, 1 ohm കിട്ടും. ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്, 1 ohm ആണ്. മനസ്സിലായല്ലോ എങ്ങനെയാണ് ആൻസറിലേക്ക് വന്നതെന്നുള്ളത്. R സീരീസും R പാരലലും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഒരു സീരീസ് കണക്ഷനിൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് കൂടുകയാണ് ചെയ്യുക. പാരലൽ കണക്ഷനിൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് കുറയുകയാണ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഭാഗത്തിൽ നിന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ.